ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു ഫ്രഷ് പ്രോജക്റ്റ് എടുത്തു. ഇതിനകത്ത് ഒരു readme.md ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിറ്റിനകത്ത് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗിറ്റിന്റെ .git ഫോൾഡറും കാണും, അതേപോലെ നമ്മുടെ readme.md കാണും. ഇതിനകത്ത് ഒരു .git ഇഗ്നോറോടെ വരും. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമുക്ക് ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് അപ്ഡേറ്റഡ് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ലോക്കലിലിട്ട് npm ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഫ്രഷ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. ആ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു package.json വേണം അല്ലേ. അപ്പം npm init നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു -5 കൊടുക്കുക. package.json നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ലോഗിൻ വെബ്സൈറ്റിന്റെ package.json നമുക്ക് ക്രിയേറ്റ് ആയി. ഇവിടെ ഗിറ്റ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഗിറ്റിന്റെ URL വന്നിരിക്കുന്നത്. ആ URL നിങ്ങൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എക്സ്പ്രസ്സിലാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ്പ്രസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. എക്സ്പ്രസ് ഇൻസ്റ്റാൾ ആയി. ഇനി നമുക്ക് വേണ്ടത് package.json എടുത്ത് നോക്കുക. എക്സ്പ്രസ് ഇൻസ്റ്റാൾ ആയി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എക്സ്പ്രസിന്റെ സെഷൻ വേണം. അതായത് നമുക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് എക്സ്പ്രസ് സെഷൻ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഓക്കെ, എക്സ്പ്രസ് സെഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എക്സ്പ്രസ് സെഷൻ ഇൻസ്റ്റാൾ ആയി. അടുത്ത് നമുക്ക് വേണ്ടത് MySQL പാക്കേജ് ആണ് വേണ്ടത്. നമുക്ക് MySQL ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ MongoDB യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനകത്ത് നമുക്ക് MySQL യൂസ് ചെയ്യാം. പിന്നീട് വരുന്ന പ്രോജക്റ്റിനനുസരിച്ച് നമുക്ക് MongoDB, PostgreSQL ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് MySQL യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് npm ഇൻസ്റ്റാൾ MySQL പാക്കേജ് എന്ന് പറഞ്ഞാൽ MySQL 2 എന്ന് പറയുന്ന പാക്കേജാണ്. ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, MySQL ഇൻസ്റ്റാൾ ആയി. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി പാർസർ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോമിൻ്റെ അകത്തുനിന്ന് ഡേറ്റ പാസ് ചെയ്ത് നമ്മുടെ ഡേറ്റാബേസിൽ ബാക്ക് എൻഡിലേക്ക് നമുക്ക് കിട്ടി. ആ കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് ബൈറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് അതിനെ പാർസ് ചെയ്തെടുക്കണം. പാർസ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള ഓരോ ഫീൽഡിനെയും വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് എടുക്കാനായിട്ട് പറ്റില്ല. ബൈറ്റ് വേർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കാരണം തന്നെ ബോഡിയെ പാർസ് ചെയ്യണം. പാർസ് ചെയ്യാത്ത ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ബോഡി പാർസർ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ബോഡി പാർസർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ബോഡി പാർസർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരേ ഒരു പാക്കേജേ ഉള്ളൂ. അതാണ് നമ്മുടെ bcrypt എന്ന് പറയുന്നത്. bcrypt എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാബേസിലേക്ക് നമ്മുടെ യൂസർ നെയിം അല്ല, നമുക്ക് പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആണെന്ന് മാച്ച് ചെയ്ത് ചെക്ക് ചെയ്യുന്നതിനൊക്കെ bcrypt ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എന്തെങ്കിലും എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കസ്റ്റമറിന്റെ എന്തെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ അല്ലെങ്കിൽ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ bcrypt വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ bcrypt ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് bcrypt.js എന്ന് പറയുന്ന ഒരു പാക്കേജാണ് നമുക്കുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യാം. bcrypt.js ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ പാക്കേജസും ആയി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴ്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഇതോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ എക്സ്പ്രസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ എക്സ്പ്രസ് അല്ല, നമ്മൾ റിയാക്ട് വല്ലതാണ് ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുന്നത്, റിയാക്ട് വ്യൂ വല്ലതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനായിട്ട് ക്രോസ് ഒറിജിൻ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ഡേറ്റ പാസ് ചെയ്യുമ്പോഴത്തേന് സെക്യൂരിറ്റി മെക്കാനിസംസിന്റെ ഭാഗമായിട്ട് നമുക്ക് കോഴ്സ് എനേബിൾ ചെയ്യേണ്ടി വരും. അതായത് കോഴ്സ് എനേബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രൗസർ ബൈ ഡിഫോൾട്ട് ആയിട്ട് ആ ഒരു റിക്വസ്റ്റിനെ റിജക്ട് ചെയ്യും. കോഴ്സിന്റെ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റുകളിൽ നിന്ന് മാത്രമേ നമ്മുടെ സൈറ്റ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ബാക്കി സൈറ്റുകളിൽ നിന്നെല്ലാം റിജക്റ്റഡ് ആയിരിക്കും. അപ്പോൾ കോഴ്സ് എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് കൊടുക്കേണ്ട സൈറ്റുകളെല്ലാം നമ്മൾ അലൗ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി സൈറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോജക്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഈ പ്രോജക്റ്റ് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ APIs ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്തൊരു API പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കോഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു MySQL ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്ന പ്രോജക്റ്റ് ഇതാണ്. ഈ ഒരു പേജാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഏകദേശം ഒരു സാമ്പിൾ അല്ലേ. നമുക്ക് അതിനായിട്ട് ബാക്ക് എൻഡ് ഡേറ്റാബേസിനായിട്ട് MySQL ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഡൗൺലോഡ് MySQL കൊടുക്കുക. നമുക്ക് MySQL കമ്മ്യൂണിറ്റി സെർവർ നമുക്ക് MySQL ഇൻസ്റ്റാൾ ചെയ്യുക. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് MySQL വേർഷൻ നിങ്ങളുടെ വിൻഡോസോ മാക്കോ ലിനക്സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് MySQL സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അതേപോലെ MySQLന്റെ വർക്ക് ബെഞ്ച് കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. വർക്ക് ബെഞ്ച് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിട്ടും, ഒരു UI കിട്ടും. ആ UI വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും ഡേറ്റാബേസുമായിട്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഓൾറെഡി PHP പ്രോജക്ട്സ് ഉള്ളത് കാരണം ഞാൻ അതിനായിട്ട് XAMPP എന്ന് പറയുന്ന ഒരു വിൻഡോസിന്റെ വേർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്. ഇപ്പോൾ ഇതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പാഷയും MySQLും PHP എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതിനായിട്ട് ഡയറക്റ്റ് ഞാൻ MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ PHP MyAdmin എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് വെച്ചിട്ട് എനിക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് MySQL വർക്ക് ബെഞ്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് MySQL ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഈ XAMPP ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന കാരണം എനിക്ക് ഡേറ്റാബേസ് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിന്റെ UI. ഏകദേശം ഇതുപോലൊക്കെ ആയിരിക്കും നമ്മുടെ വർക്ക് ബെഞ്ച്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡേറ്റാബേസിന്റെ പേര് ബ്ലോഗിംഗ് വെബ്സൈറ്റ് എന്നായിരുന്നു അല്ലേ. ബ്ലോഗിംഗ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ ഫസ്റ്റ് ഡേറ്റാബേസ് ക്രിയേറ്റ് ആയി അല്ലേ. ഇനി ഡേറ്റാബേസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
ഇനി എഴുതേണ്ടത് ഒരു ടേബിൾ ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊന്നുകിൽ SQL ക്വറി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് എഴുതാം. അതായത് ക്രിയേറ്റ് ടേബിൾ, നമ്മുടെ ടേബിളിന്റെ പേര് എന്താണ്, നമുക്ക് യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ കൊടുക്കാം അല്ലേ. ഫസ്റ്റ് വേണ്ടതാണ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് നമുക്ക് ID കൊടുക്കാം. അതായത് ഒരു ഓട്ടോ ഇൻക്രിമെന്റ് ID ആയിരിക്കും. ഇന്റ് ഓട്ടോ ഇൻക്രിമെന്റ് പ്രൈമറി കീ. പിന്നെ എന്താ കൊടുക്കാൻ പറ്റുക, യൂസർ നെയിം varchar കൊടുക്കാം, ഒരു 25 കൊടുക്കാം, അല്ലെ വേണം 30 കൊടുക്കാം. യൂസർ നെയിം varchar 30, യൂണിക് ആയിരിക്കണം. യൂസർ നെയിം നോട്ട് നൾ ആവാൻ പാടില്ല. ഇമെയിൽ കൊടുക്കാം അല്ലെ. ഇമെയിൽ നമുക്ക് varchar കൊടുക്കാം. ഇമെയിൽ വേണമെങ്കിൽ നമുക്ക് 100 കൊടുക്കാം, അതിൽ കൂടുതലൊന്നും ഇമെയിൽ ID വരത്തില്ല. എന്നാൽ നമുക്ക് തൽക്കാലത്തിന് 255 കൊടുക്കാം. ഓക്കെ, ഇത് സൈസാണ് പറയുന്നത് കേട്ടോ. ഇമെയിലും യൂണിക് ആയിരിക്കണം, അതേപോലെ നോട്ട് നള്ളും ആയിരിക്കണം. ഇനി എന്താണുള്ളത്, പാസ്വേഡ് varchar കൊടുക്കാം. പാസ്വേഡ് എത്ര കൊടുക്കാം, അത് 255 തന്നെ കൊടുക്കാം. നോട്ട് നൾ കൊടുക്കാം. സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെ യൂസർ സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം. സ്റ്റാറ്റസ് ഒരു ഡിഫോൾട്ട് MySQLന്റെ ഒരു കീവേഡ് ആണ്, അതുകൊണ്ട് യൂസർ സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം. നമുക്ക് അതിന് ടൈനി ഇന്റ് കൊടുക്കാം. ടൈനി ഇന്റ് നോട്ട് നൾ കൊടുക്കാം. ഡിഫോൾട്ട് നമുക്ക് 1 കൊടുക്കാം. ഇതിന് മുമ്പ് നമുക്ക് യൂസർ സ്റ്റാറ്റസിന് മുമ്പ് ക്രിയേറ്റഡ് ഓൺ ഒക്കെ കൊടുക്കണ്ടേ. ക്രിയേറ്റഡ് ഓൺ എന്താണ്, ഡേറ്റ് ടൈം ആണ് വരുന്നത് അല്ലേ. ഡേറ്റ് ടൈം ഡിഫോൾട്ട് കറന്റ് ടൈം സ്റ്റാമ്പ് ക്രിയേറ്റഡ് ഓൺ കൊടുത്തു. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കുറെ എഴുതുന്നത് അല്ലേ. നമുക്ക് ID ഉണ്ട്, യൂസർ നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, അതേപോലെ ക്രിയേറ്റഡ് ഓൺ ഉണ്ട്, യൂസർ സ്റ്റാറ്റസ് ഉണ്ട്. ഈ പാസ്വേഡും നമുക്ക് വേണമെങ്കിൽ യൂസർ പാസ്വേഡ് എന്ന് കൊടുക്കാം. അതായത് റിസർവ്ഡ് കീവേഡ് ആണ്, യൂസർ പാസ്വേഡ് എന്ന് കൊടുക്കാം. നമുക്കിത് സേവ് കൊടുക്കാം. യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ആയി. ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡുകളെല്ലാം കാണാം. ID ഇന്റ് ആണ്, ഓട്ടോ ഇൻക്രിമെന്റ് ആണ്, ഡിഫോൾട്ട് ആണ്. ഇതെല്ലാത്തിനും ഡിഫോൾട്ട് ആണ്. ഇന്റ് ഓട്ടോ ഇൻക്രിമെന്റ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ID ഓട്ടോമാറ്റിക്കായിട്ട് 1 by 1 ആയിട്ട് വന്നോളും. അതേപോലെ യൂസർ നെയിം ഉണ്ട്. ഇതെല്ലാം ഇത് കൊടുത്തേക്കുന്നതെല്ലാം യൂണിക് ആയിരിക്കും. യൂസർ നെയിം ഇമെയിൽ യൂണിക് ആണ്. ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഇത് പ്രൈമറി കീ ആയിരിക്കും. യൂണിക് ആണ് ഈ ID എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്, ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. ബാക്കിയിൽ യൂസർ നെയിം പാസ്വേഡ്, യൂസർ നെയിം ഇമെയിൽ യൂണിക് ആയിരിക്കും. യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ഇത് രണ്ടും varchar 255, ഇത് varchar 30. അതായത് അത്രയും ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിനകത്ത് കയറുള്ളൂ. അതേപോലെ ക്രിയേറ്റഡ് ഓൺ ഡേറ്റ് ടൈം ആണ്, അത് കറന്റ് ടൈം സ്റ്റാമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. ഡിഫോൾട്ട് വാല്യൂ ഉണ്ടെങ്കിൽ ആ ഡിഫോൾട്ട് വാല്യൂ എടുത്തോളും. അതേപോലെ യൂസർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് വാല്യൂ 1 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ 1 എന്ന് ഉദ്ദേശിക്കുന്ന എനേബിൾഡും 0 എന്ന് പറയുന്നത് ഡിസേബിൾഡ് യൂസേഴ്സുമാണ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ചെയ്തേക്കുന്ന യൂസേഴ്സ് ടേബിൾ. ഓക്കെ, ഇനി ഇത് ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യണമെന്നില്ല. കുറെ എഴുതിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ന്യൂ എഴുതിയിട്ട് ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഫീൽഡുകൾ കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ കുറെ എങ്ങനെ എഴുതാമെന്ന്. അപ്പോൾ ബ്ലോക്സിന് ഡിഫോൾട്ട് ഒരു ID കാണും, ഡിഫോൾട്ട് ഒരു നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഒരു ഇമേജ് URL കൊടുക്കാം, ക്രിയേറ്റഡ് ബൈ ഒക്കെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഒരു 4 ഫീൽഡോട് കൊടുക്കാം. ഇമേജ് URL വന്നു, അതേപോലെ ക്രിയേറ്റഡ് ബൈ കൊടുക്കാം അല്ലേ. ക്രിയേറ്റഡ് ബൈ കൊടുക്കാം. ആരാണ് ഈ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തെന്ന് അറിയണം അല്ലേ. ക്രിയേറ്റഡ് ഓൺ കൊടുക്കാം, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയണം. ബ്ലോഗ് സ്റ്റാറ്റസ് കൊടുക്കാം. തൽക്കാലത്തിന് മതി. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഓൺ ദ ഗോ നമുക്ക് എഡിറ്റ് ചെയ്യാം. ID എന്ന് പറയുന്നത് ഓട്ടോ ഇൻക്രിമെന്റ് അടിക്കണം അല്ലേ. ഇവിടെ AI എന്ന് കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഇൻക്രിമെന്റ്. നമുക്ക് ഓട്ടോ ഇൻക്രിമെന്റ് കൊടുക്കാം. അത് പ്രൈമറി കീ ബൈ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ആവും. പിന്നെ ഇൻഡിജർ ആയിരിക്കും, അതൊക്കെ ID കുഴപ്പമില്ല. നമുക്ക് അടുത്ത വരെ ടൈറ്റിലാണ്. ടൈറ്റിൽ varchar ആയിരിക്കും. മാക്സിമം ഒരു ടൈറ്റിൽ വരാൻ പറ്റുന്നത് എത്ര, 100 വരെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതും നല്ലല്ലായിരിക്കും. ഇതും ഫില്ല് ചെയ്താൽ മാത്രമേ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം തൽക്കാലത്തിന്. ടെക്സ്റ്റോ ലോങ് ടെക്സ്റ്റോ. ഓക്കെ, ഇത് ഡിസ്ക്രിപ്ഷൻ വേണം അല്ലേ. എന്തായാലും നമുക്ക് ബ്ലോഗിന് ഡിസ്ക്രിപ്ഷൻ വേണം, അതുകൊണ്ട് ഇതും നല്ലല്ല. പക്ഷെ ഇമേജ് URL നമുക്ക് varchar കൊടുക്കാം, 255 കൊടുക്കാം. പക്ഷെ ഇമേജ് URL നള്ളാവാം. അതായത് ഇമേജ് ഇല്ലാത്തതും വരാം, ഇമേജ് ഉള്ളതും വരാം അല്ലേ. ഇതിനകത്ത് ഇമേജ് ഇല്ലാത്ത കണ്ടന്റ് വരുന്നുണ്ടോ, സാരമില്ല. നമുക്ക് ഇമേജ് URL നള്ളായിട്ട് കൊടുക്കാം ഡിഫോൾട്ട്. അപ്പോൾ ഇതിനകത്ത് വാല്യൂ വന്നില്ലെങ്കിലും ഇൻസേർട്ട് ആവും. പിന്നെ ക്രിയേറ്റഡ് ബൈ ഇൻഡിജർ ആണ്, അത് കറക്റ്റ് ആണ്. ഇതും ആരാണ് ക്രിയേറ്റ് ചെയ്തത് നമുക്ക് ഉറപ്പായിട്ടും വേണം, അതുകൊണ്ട് അത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ക്രിയേറ്റഡ് ഓൺ പറഞ്ഞു. ക്രിയേറ്റഡ് ഓൺ എന്ന് പറയുന്നത് ഡേറ്റ് ടൈം ആയിരിക്കും. ഡിഫോൾട്ട് ഡേറ്റ് ടൈം എന്ന് പറയുന്നത് കറന്റ് ടൈം സ്റ്റാമ്പ് ആയിരിക്കും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റഡ് ഓൺ നമ്മുടെ ഈ ഇൻസേർട്ട് ആകുമ്പോഴത്തേന്, ഡേറ്റ ഇൻസേർട്ട് ആകുമ്പോഴത്തേന് ക്രിയേറ്റഡ് ഓൺ ആ ഒരു ടൈം എടുത്ത് സ്റ്റോർ ചെയ്തോളും. പിന്നെ ബ്ലോക്ക് സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ആസ് ഡിഫൈൻഡ് കൊടുത്തിട്ട് 1 കൊടുക്കും. ഡിഫോൾട്ട് ആയിട്ട് ബ്ലോക്ക് എനേബിൾഡ് ആയിരിക്കും. നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ പിന്നീട് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അപ്പം സേവ് ചെയ്യാം. ബ്ലോക്സ് എന്ന് പറഞ്ഞ ടേബിളുമായി, യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളുമായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി വേണമെങ്കിൽ 2-3 ഫീൽഡോട് ആഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ടൈറ്റിൽ, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് അല്ലേ. 4 കൊടുക്കുക. നമുക്ക് എന്തിനാ അവസാനം ഉണ്ട്, യൂസർ നെയിം കഴിഞ്ഞിട്ട് കൊടുക്കുക അല്ലേ. യൂസർ നെയിം കഴിഞ്ഞിട്ട് 4 ഫീൽഡോട് കൊടുക്കാം. അതായത് 1 ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അതേപോലെ നമുക്ക് യൂസർ റോൾ എന്ന് പറഞ്ഞൊരു ഫീൽഡോട് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തുവേലും കയറി ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ലോഗിൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ യൂസർക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ന്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. ഇത് പിന്നീട് റിവ്യൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനോ ഒക്കെ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾക്കായാലും ഒരു അഡ്മിൻ വേണം അല്ലേ. അഡ്മിൻ ആയിരിക്കും ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്.
അതിനായിട്ട് നമുക്കൊരു അഡ്മിൻ റോൾ വേണ്ടി വരും. അങ്ങനെ അഡ്മിൻ റോളും വേണ്ടി വരാം, ചിലപ്പോൾ നമുക്ക് സൂപ്പർ അഡ്മിൻ റോളും വേണ്ടി വരാം. അതിനായിട്ട് ഡിഫോൾട്ട് നമുക്ക് യൂസർ റോൾ എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആക്കാം. ടെക്സ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുവാണ്. ഇതിപ്പം ഡിഫോൾട്ട് നള്ള് വേണ്ട, ഇത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈറ്റിലും എല്ലാം വേണ്ടതാണ്. അത് കാരണം ഇതൊന്നും നള്ളല്ല, ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. യൂസർ റോൾ എന്ന് പറയുന്നത് ഇപ്പം *50 കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ഒരു ഫീൽഡിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ വാല്യൂസ് വന്നു കഴിയുമ്പോഴത്തേന് ഈ യൂസർ റോൾ എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, യൂസർ, സൂപ്പർ അഡ്മിൻ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോന്നിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ആയിരിക്കും എൻ്റർ ചെയ്യുന്നത് അല്ലേ. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിന് ഒരുപാട് സൈസസ് എടുക്കും. അതെ, 255 സൈസ് ഓൾറെഡി ഇതിനായിട്ട് അലോക്കേറ്റ് ആവും. സോറി, എവിടെയാണത്? യൂസർ റോൾ 50 സൈസസ്. അതിന് പകരമായിട്ട് ഒന്നുകിൽ നമുക്ക് റോൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് റോള് അഡ്മിൻ, യൂസർ അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂപ്പർ അഡ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് റോൾ എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഐ ഡി വേണമെങ്കിൽ ഈ യൂസർ റോൾ ഫീൽഡിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇനം കൊടുക്കാം, ഇനിമറേഷൻ കൊടുക്കാം. ഇനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സെർട്ടൺ സെറ്റ് ഓഫ് വാല്യൂസ് മാത്രം കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഡിഫോൾട്ടായിട്ട് യൂസർ എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കും. ഫസ്റ്റ് വരുന്നതായിരിക്കും ഡിഫോൾട്ട് എടുക്കുന്നത്. രണ്ടാമത് വന്നിട്ട് അഡ്മിൻ കൊടുക്കാം. തൽക്കാലം യൂസറും അഡ്മിനും മതി. സൂപ്പർ അഡ്മിൻ വേണമെങ്കിൽ സൂപ്പർ അഡ്മിനോട് കൊടുത്തേക്കും. നമ്മൾ 3 റോൾസ് ആണ് കൊടുത്തേക്ക്. സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ യൂസർ റോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂസർ റോൾ എന്ന് പറയുന്നത് ഒരു ഈനമായി കണ്ടോ. ഞാൻ ഒരു ഇൻസർട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. അതിന് നമുക്ക് വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല. യൂസർ നെയിം ടെസ്റ്റ് യൂസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റിൽ മിസ്റ്റർ കൊടുത്തു. ഇതും വേണമെങ്കിൽ നമുക്ക് ഈനമാക്കാം. ടൈറ്റിൽ ഒന്നുകിൽ നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുക, ഒന്നുകിൽ വാർക്കാർ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈനം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. തൽക്കാലം നമുക്ക് ഈനം കൊടുക്കാം. ഓക്കെ, ഈനമിനകത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കാം. മിസ്റ്റർ, മിസ്സസ്. ഓക്കെ, ഈ 3 ഇനം കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇൻസർട്ട് ചെയ്യുവാണ്. യൂസർ നെയിം വന്നിട്ട് ടെസ്റ്റ് യൂസർ എന്ന് കൊടുത്തു. ഇനി ടൈറ്റിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, മിസ്റ്റർ കൊടുത്തു. നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ടെസ്റ്റ് കൊടുത്തു. ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് യൂസർ എന്ന് കൊടുക്കാം. ഇനി ടൈറ്റിലും ഫസ്റ്റ് നെയിമും ഒക്കെ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. നമുക്ക് ഇത് രണ്ടും കൂടെ ചേഞ്ച് ചെയ്യാം. സേവ് കൊടുക്കാം. ടൈറ്റിലും ഫസ്റ്റ് നെയിം ചേഞ്ച് ചെയ്തു. ടെസ്റ്റ് യൂസർ. ഇനി റോൾ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ഡിഫോൾട്ട് യൂസർ എന്ന് സെലക്ട് ചെയ്തു. testUser@gmail.com എന്ന് കൊടുത്തു. അതുപോലെ യൂസറിന് ഒരു പാസ്വേഡ് കൊടുക്കണം. നമുക്ക് തൽക്കാലം പാസ്വേഡ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് കൊടുക്കാം. അത് നമുക്ക് കോഡ് വഴി ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തേന് നമുക്ക് ഡെമോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. test@123 എന്ന് കൊടുക്കുന്നു. കറണ്ട് ടൈം സ്റ്റാമ്പ് ക്രിയേറ്റഡ് ഓൺ ഓട്ടോമാറ്റിക് വരും. അതുപോലെ ഇതാണ് നമ്മൾ ഡിഫോൾട്ട് കൊടുത്തേക്കുന്ന വാല്യൂ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് വരും. യൂസർ സ്റ്റാറ്റസ് കൊടുത്തു. നമ്മൾ ഗോ കൊടുക്കുന്നു. നോക്കും, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസറിന്റെ റോളും അതേപോലെ എന്താണ് യൂസറിന്റെ ക്രിയേറ്റഡ് ഓൺ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത് അതിന്റെ യൂസർ സ്റ്റാറ്റസ് എല്ലാം ഡിഫോൾട്ട് ആയിട്ട് വന്നു. അതുപോലെ ഐ ഡിയും ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി. അടുത്തൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ID 2 എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. ഈ പാസ്വേഡ് ഇവിടെ വിസിബിൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡിനെ ബീക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത വാല്യൂ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് നമുക്ക് തൽക്കാലം ടെസ്റ്റ് യൂസർ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ലോഗിൻ സ്ക്രീൻ വേണം, അതേപോലെ ഒരു സൈനപ്പ് സ്ക്രീനും വേണം അല്ലേ, അല്ലെങ്കിൽ സൈൻ ഇൻ സൈനപ്പ് 2 സ്ക്രീൻ വേണം. അതേപോലെ ഈ ഒരു ഡാഷ്ബോർഡ് വേണം. അതേപോലെ സൈൻ ഇൻ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു ബ്ലോഗ് ആഡ് ചെയ്യാൻ പറ്റണം അല്ലേ. ബ്ലോഗിന് ഒരു ഇമേജ് കാണണം, അതേപോലെ ഒരു ടൈറ്റിൽ കാണണം, ഒരു ഡിസ്ക്രിപ്ഷൻ കാണണം. നമുക്ക് വേണ്ട ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയി. അതായത് ഇവിടെ ഒരു കാറ്റഗറി ഉണ്ടല്ലേ. ഈ കാറ്റഗറിക്ക് അനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കാറ്റഗറിയിലുള്ള ന്യൂസസ് മാത്രം നമുക്ക് കിട്ടണം. കാറ്റഗറിക്കകത്ത് സബ് കാറ്റഗറീസും ഉണ്ട് അല്ലേ. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ കാറ്റഗറി വേണം, സബ് കാറ്റഗറി വേണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതിനാൽ തന്നെ നമുക്കൊരു കാറ്റഗറി ടേബിളും വേണം, ഒരു സബ് കാറ്റഗറി ടേബിളും വേണം. അപ്പോൾ കാറ്റഗറി ടേബിളിന് ഒരു ID കൊടുക്കുക, ഒരു കാറ്റഗറി നെയിം കൊടുക്കുക, അതേപോലെ ഒരു സ്റ്റാറ്റസ് കൂടെ കൊടുക്കുക. സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ടൈനി ഇൻഡോ അല്ലെങ്കിൽ നമുക്ക് ബൂളിയൻ കൊടുക്കാം. ആസ് ഡിഫൈൻഡ് 1 കൊടുക്കാം ഡിഫോൾട്ട് ആയിട്ട്. കാറ്റഗറി നെയിം വന്നിട്ട് നമുക്ക് വാർക്കാർ കൊടുക്കാം, ഒരു 100 കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ID വന്നിട്ട് ഇൻക്രിമെന്റ് ഓട്ടോ ഇൻക്രിമെന്റ് ആയിരിക്കണം, പ്രൈമറി ആയിരിക്കണം. നമ്മൾ കാറ്റഗറി ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സേവ് ചെയ്ത് നമുക്ക് കാറ്റഗറി ടേബിൾ ക്രിയേറ്റ് ആയി. കാറ്റഗറി ടേബിളിനകത്ത് ID, കാറ്റഗറി നെയിം, സ്റ്റാറ്റസ് ഉണ്ട്. ഇനി നമുക്ക് സബ് കാറ്റഗറി ടേബിളും വേണം. അതായത് ഈ കാറ്റഗറിക്കകത്ത് ഈ സബ് കാറ്റഗറി വരണം എന്നുണ്ട് അല്ലേ. അപ്പോൾ സബ് കാറ്റഗറി ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സബ് കാറ്റഗറി. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ID കാണും. നേരത്തെ പറഞ്ഞിട്ട് തന്നെ സബ് കാറ്റഗറി നെയിം കാണും. ഇനി ഇതിനകത്തൊരു കാറ്റഗറി ID കാണും. കാറ്റഗറി ടേബിളിന്റെ റെഫറൻസ് അല്ലേ ഇതിനകത്ത് വരേണ്ടത്. അപ്പോൾ ഇതൊരു ഫോറിൻ കീ ആയിരിക്കും. ഈ കീ എന്ന് പറയുന്നത്, ഈ ID എന്ന് പറയുന്നത് കാറ്റഗറി ടേബിളിലെ ID ആയിരിക്കും. ഏത് കാറ്റഗറി അണ്ടറിൽ വരുന്നതാണ് ഈ സബ് കാറ്റഗറി എന്ന് പറയാൻ വേണ്ടി കാറ്റഗറി ID കാണും. അതേപോലെ സ്റ്റേറ്റസ് കാണും. നമ്മൾ ഡിഫോൾട്ട് പറഞ്ഞിട്ട് ആസ് ഡിഫൈൻഡ് 1 കൊടുക്കുക.
ഇത് ടൈനിൻ്റെ കൊടുക്കുക. കാറ്റഗറി ഐ ഡി വന്നിട്ട് നള്ളാവാൻ പാടില്ല. സബ് കാറ്റഗറി ഐ ഡി വന്നിട്ട് നെയിം കൊടുക്കുക, വാർ കെയർ ഓഫ് ഫണ്ടഡ് കൊടുക്കുക, ഐ ഡി വന്നിട്ട് ഓട്ടോ ഇൻക്രിമെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സബ് കാറ്റഗറി ടേബിളും ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അത് ഐ ഡി, സബ് കാറ്റഗറി നെയിം, കാറ്റഗറി ഐ ഡി, സ്റ്റേറ്റസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫോറിൻ കീ ആയിരിക്കും. നമുക്ക് റിലേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം മറ്റൊരു വീഡിയോയിൽ. ഈ ടേബിളിൽ നിന്ന് കാറ്റഗറി ടേബിളിലേക്ക് റിലേഷൻ സെറ്റ് ചെയ്യാം. റിലേഷൻ വ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ആ ഒരു ടേബിൾ ഡിലീറ്റ് ആവുന്നതിനനുസരിച്ച്, അതായത് കാറ്റഗറി ടേബിളിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ നോക്കുവാണ്, അതിന് സബ് കാറ്റഗറി ടേബിളിൽ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻട്രി എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാറ്റഗറി ടേബിളിൽ ഡയറക്റ്റ് ആ ഒരു ഫീൽഡ് ഡിലീറ്റ് ആവാത്ത രീതിയിലൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ സ്ട്രക്ചറിൽ പോയിട്ട് നമുക്ക് റിലേഷൻ വ്യൂവിൽ പോയിട്ട് നമുക്ക് എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് റെസ്ട്രിക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളായിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി ഉണ്ട്, സബ് കാറ്റഗറി ഉണ്ട് അല്ലേ. അപ്പം കാറ്റഗറിയുടെ ഐഡിയ ആയിരിക്കും സബ് കാറ്റഗറി ടേബിൾ വരുന്നത്. ഇനി ഇതിന്റെ കേസിലാണ്, അതായത് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു സബ് കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സ് ഡിസ്പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബ്ലോക്സിൻ്റെ അകത്തും ഏത് കാറ്റഗറി ഏത് സബ് കാറ്റഗറി എന്ന് പറയണം അല്ലേ. അതിനായിട്ട് നമുക്ക് രണ്ട് ഫീൽഡ് ആഡ് ചെയ്യണം. എന്താണ്, നമ്മൾ ഇതിൻ്റെ അത് കാറ്റഗറി ഏതാണ് സബ് കാറ്റഗറി ഏതാണെന്ന് പറയണം. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഫീൽഡ് കൊടുക്കാം. ഒന്ന് കാറ്റഗറി ഐ ഡി, രണ്ടാമത്തേത് സബ് കാറ്റഗറി ഐ ഡി. സബ് കാറ്റഗറി ഉള്ളാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാറ്റഗറി ഉള്ളാവാൻ പാടില്ല. സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിളിനകത്ത് അപ്ഡേറ്റ് ആയി. ടേബിളിനകത്ത് കാറ്റഗറി ഐ ഡിയും സബ് കാറ്റഗറി ഐ ഡിയും വന്നു. ബാക്കി എല്ലാ ഡീറ്റെയിൽസും സെയിം ആണ്. ക്ലിയർ ആയോ? ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്